ഇമാം ഹദ്ദാദ് അവാർഡാണ് ഇവിടെ ഇന്ന് നാം മടങ്ങിയുള്ള ചടങ്ങ്. ഇതെല്ലാം തന്നെ പരിശുദ്ധമായ അറിവ്, അറിവിനെ മാത്രം കണക്കാക്കിക്കൊണ്ടുള്ള അതിൻ്റെ വിലപ്പെട്ട പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും അറിവ് ഇവിടെ ഏതെല്ലാം വിധത്തിലൂടെ മനുഷ്യന് വ്യാപിപ്പിക്കുവാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഇവിടെയുള്ള ഭൗതിക മത വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പന്നരായ വ്യക്തിത്വം, ഇവരെ ആദരിക്കുക എന്ന ഒരു മഹത്തായ കർമ്മം കൂടിയാണ് ഇവിടെ നടത്താനിരിക്കുന്നത്. അൽ-ഇൽമ ഹയാത്തുൽ ഇസ്ലാം വഇമാദുദ്ദീൻ, ഇൽമ വിജ്ഞാനം, അത് ഇസ്ലാമിൻ്റെ ജീവൻ, പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ നൽകുന്നത് അറിവിലൂടെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് വെളിച്ചം വീശി, അതേപോലെ തന്നെ ഇവിടെ അറിവില്ലാത്ത ആ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന് അറിവിലൂടെയുള്ള ഒരു വെളിച്ചം ഇവിടെ പരത്തുവാൻ ഖുർആൻ ഈ ലോകത്തിന് അവതീർണമായി. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. വായിക്കുക, അതുപോലെ തന്നെ എഴുതുക. എഴുത്തും വായനയുമാണ് വിജ്ഞാനത്തിൻ്റെ പ്രധാനമായ ഒരു ഘടകമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വിജ്ഞാന സമ്പന്നരായി മാറുന്നത് ചിന്തകന്മാരും എഴുത്തുകാരും പ്രഭാഷകന്മാരും, അതേപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ അഖില മേഖലയുള്ള എല്ലാ ആളുകളും ഇവിടെ ഉയർന്നത് വായനയിലൂടെയും എഴുത്തിലൂടെയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഖുർആൻ അറിവിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഏത് മേഖലയിൽ ഉയർന്ന ആളുകളെ സംബന്ധിച്ചും അവരെല്ലാം തന്നെ കൂടുതൽ വായിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഉയരത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഉദാഹരണത്തിലൂടെ തന്നെ ധാരാളമായി ആ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാ മേഖലയും പദ്യമാവട്ടെ, ഗദ്യമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള ഉയർന്ന പണ്ഡിതന്മാരാവട്ടെ, എല്ലാവരും ഇവിടെ ഉയർന്നത് അറിവിലൂടെ, അറിവ് വായനയുടെയും എഴുത്തിലൂടെയും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർമ്മകളും അതേപോലെ തന്നെ അറിവുകളും നമുക്ക് സമ്പാദിക്കും. അല്ലാഹു മനുഷ്യനെ ഉയർത്തിയത് ആ വിശേഷ ബുദ്ധിയിലൂടെയാണ്. ആ ബുദ്ധി മനുഷ്യന് അല്ലാഹു നൽകിയത് കൂടുതൽ അറിവ് ലഭിക്കുവാൻ വേണ്ടിയാണ്. എത്ര തന്നെ അറിവ് സമ്പാദിച്ചാലും, അറിവ് വേണമെങ്കിലും ആ ബുദ്ധിയാകുന്ന സഞ്ചിയിലേക്ക് നിറക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും തന്നെ അലസനായി അവൻ മാറാൻ പാടില്ല. അലസത മനുഷ്യൻ പിടിപാടാൻ പാടില്ല എന്നാണ് അറിവ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാം അലസന്മാരായി മാറിയാൽ നാം തീർച്ചയായും ഒന്നുമല്ലാത്ത ആളുകളായി മാറും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ സമയത്തിൻ്റെ വില നാം വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെല്ലാം തന്നെ സമയത്തിൻ്റെ വില മനസ്സിലാക്കി കൊണ്ടാണ് ഇവരെല്ലാം ഉയർന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ നിമിഷവും ഇന്ന് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കി തീർക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.